തിരുവനന്തപുരത്ത് നിന്നും എടുക്കുന്ന അമൃത എക്സ്പ്രസ് രാത്രി 12:30 മണിക്ക് എറണാകുളത്തെത്തും. അവിടെ നിന്നും കയറി കഴിഞ്ഞ് ഒരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ നമ്മൾ മധുര ജംഗ്ഷനിലെത്തും. അവിടെ നിന്നും കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം അവിടെ നിന്ന് തന്നെ അടുത്ത രാമേശ്വരം പോകാനുള്ള ടിക്കറ്റ് നേരത്തെ തന്നെ എടുത്തു വയ്ക്കാം. 1:30 അടുത്ത ട്രെയിൻ. ആ ട്രെയിൻ പാമ്പൻ പാലത്തിൻ്റെ പണി തീരുന്നതിനാൽ രാമേശ്വരം വരെ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയേക്കാം. ഇല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള രാമനാഥപുരം എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ മധുര ടെമ്പിളിലേക്കുള്ളൂ. ആ നടക്കുന്നതിനിടയിൽ നല്ല ഹോട്ടലിൽ കയറി നമുക്കൊരു മസാല ദോശയൊക്കെ കഴിക്കാവുന്നതാണ്. അതിനുശേഷം മധുര ടെമ്പിളിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താറായി. ടെമ്പിളിൻ്റെ 4 വശവും കയറാനുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഗോപുരങ്ങളാണ്. ഈ വലിയ ഗോപുരം കണ്ടു നിൽക്കാൻ തന്നെ ഒരു അടിപൊളി ആണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ, ബാഗ്, ഇതെല്ലാം ചെരുപ്പെല്ലാം സൂക്ഷിക്കാൻ അവിടെ സ്ഥലങ്ങളുണ്ട്. അത് സൂക്ഷിച്ച് വെച്ചിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഗ്രാഫി ഒന്നും അതിനുള്ളിൽ അലൗഡ് അല്ലാത്തത് കാരണം നമ്മളത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്നും ഈ രാമനാഥപുരത്തേക്കുള്ള ട്രെയിൻ കയറി അവിടെ നിന്നും ബസ്സിന് നമ്മളിനി രാമേശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമേശ്വരത്തിലെ പാമ്പൻ പാലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാമ്പൻ പാലത്തിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പാമ്പൻ പാലം പലതവണയായിട്ട് ഇടിഞ്ഞും അത് ശരിയാക്കിയും പോയിക്കൊണ്ടിരിക്കുന്ന പാലമാണ്. നമുക്കിത് ഇപ്പോൾ അതിൻ്റെ മെയിൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഈ അടുത്ത് അത് റെഡിയായി എന്നുള്ള വാർത്ത ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നേരെ തന്നെ രാമേശ്വരത്തേക്ക് എത്തിപ്പെടാവുന്നതാണ്. എന്നാൽ ഈ പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്ര ഒരു അടിപൊളി യാത്രയാണ്. കാരണം ഒരുപാട് ഒരു 12-15 കിലോമീറ്ററോളം ഈ പാലത്തിലൂടെ യാത്ര ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അടിപൊളി. രാമേശ്വരത്ത് എത്തിയതിന് ശേഷം നമ്മൾ ഒട്ടും സമയം കളയാതെ രാമേശ്വരം ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ ആദ്യം കണ്ടത് ഒരു ആനയാണ്. അപ്പോൾ ആന പോയതിന് ശേഷം നമ്മൾ ആ ടെമ്പിളൊക്കെ ചുറ്റിക്കറങ്ങി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ പല ഫോട്ടോസിലൊക്കെ ഉണ്ടായിരിക്കുന്ന ആ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. അതിനൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ആ 4 വശവും ഇതേപോലുള്ള ചിത്രപ്പണികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നൊരു ടെമ്പിളാണ്. അമ്പലം കറങ്ങി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും നൈറ്റായി. അങ്ങനെ ഭക്ഷണം കഴിച്ച് നേരെ ഒരു റൂം എടുക്കാനുള്ള സെറ്റപ്പായി. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. 1000 രൂപ പറഞ്ഞു. അങ്ങനെ 800 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ വെക്കറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് ടെമ്പിളിൽ ഒന്നുകൂടി കയറി പിന്നെ ധനുഷ്കോടിക്ക് പോകാനുള്ള പരിപാടി സെറ്റ് ചെയ്തു. അങ്ങനെ ധനുഷ്കോടിക്ക് ബസ്സുണ്ട്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും നല്ലത് ഒരു ഓട്ടോന് പോകുന്നതാണ്. ഓട്ടോന് അതിന് കൂലി കുറയ്ക്കാനായിട്ട് നമ്മളൊരു 3 പേരെ കൂടി സെറ്റ് ചെയ്ത് ഷെയറിങ് ഓട്ടോ പിടിച്ചു. അങ്ങനെ 150 രൂപയ്ക്ക് ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിക്ക്. അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര വളരെ അടിപൊളി യാത്രയാണ്. നടുക്ക് റോഡ് മാത്രം, 2 സൈഡും കടലായിട്ട് അടിപൊളി യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഓട്ടോ ആയി തന്നെ ഒരു 1500 രൂപയൊക്കെ പറയും. ഒരു ഫുൾ പാക്കേജാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഷെയറിങ് ഓട്ടോയിൽ സുഖമായിട്ട് ഒരു 150 രൂപ 200 രൂപ ഒരാൾക്ക് എന്ന രീതിയിൽ പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. അത്രയെങ്കിലും എന്തായാലും കൊടുക്കേണ്ടി വരും. പക്ഷേ ഓട്ടോന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഈ സുനാമി ഏറ്റ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാനും എല്ലാം പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ എത്തി നിൽക്കുന്ന പോയിൻ്റ് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ ചുറ്റും കടലായിട്ടുള്ളൊരു പോയിൻറ്റിലേക്കാണ് എത്തി നിൽക്കുന്നത്. ധനുഷ്കോടി എന്നുള്ള ഒരു മാത്രം പ്രത്യേകതയാണത്. പിന്നീട് വാങ്ങി തന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചേച്ചി കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷേ വലിയ വിലയൊന്നുമില്ല. 30 രൂപ ഉള്ള സാധനങ്ങളാണ്. അഫോർഡബിൾ പ്രൈസാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും കാണാനായിട്ട്. നമ്മൾ ഒരു കുറച്ച് സാധനങ്ങൾ 2-3 സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. ഇതിൻ്റെ കടലിൻ്റെ മറ്റൊരു സൈഡാണ്. അവിടെ നമുക്ക് ഇറങ്ങാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. അവിടെ വഞ്ചിയും ബോട്ടുകളൊക്കെ കാണാം. നമ്മുടെ ഓട്ടോക്കാരനടുത്ത ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു. അത് സുനാമി വന്നതിന് ശേഷം നാശമായ സ്ഥലങ്ങളാണ്. അതിനു മുമ്പുള്ള അവിടെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലെയും സാധനങ്ങളൊക്കെ ഇട്ട് ഇത് ശംഖും ഇതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറി. ഈ ഗ്രാമത്തിൻ്റെ അടുത്തുള്ളൊരു പള്ളി കൂടി ഇവിടെ കാണാനുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് രാമേശ്വരത്തേക്ക് എത്തി. അവിടെ നിന്ന് നമ്മളൊരു 100 രൂപ കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് വേറെ കുറേ സ്ഥലങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹൗസ് ഓഫ് കലാമിൻ്റെ വീട്ടിലേക്ക് നമ്മളെത്തി. അവിടെയും മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് ഫോട്ടോഗ്രാഫി നമുക്ക് പുറത്തുനിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ.
ഒരു രൂപ പോലും കൊടുക്കാതെ ഒരു സ്മാരകമാക്കി വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ നമ്മൾ ഭാരതരത്ന അങ്ങനെ കലാമിന് കിട്ടാത്ത ബഹുമതികളൊന്നും തന്നെ ഇല്ല. അതെല്ലാം നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ കലാമിൻ്റെ വീട്ടിലേക്ക് കയറിയാലുള്ള പിന്നെ നമ്മൾ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഇൻസ്പിറേഷനൊക്കെ അത് വേറെ ഉണ്ട്. അതിനുശേഷം പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുന്നതാണ് അത് കാണുന്നത്. പഞ്ചലോഹ വിഗ്രഹം എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചൊരു ടെമ്പിളാണ്. അതിനുശേഷം നമ്മൾ തിരിച്ച് പിന്നെ ഒരുപാട് ഈ അമ്പലങ്ങളും ഇതൊക്കെ കാണിച്ചു തന്നു. അവിടെ തന്നെ നമ്മൾ ഈ രാമസേതു പണിയാൻ ഉപയോഗിച്ച കല്ലുകൾ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലുകൾ അത് കാണിച്ചു തന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഫോട്ടോയിൽ എടുക്കാൻ പറ്റില്ല, കാരണം മൊബൈലെല്ലാം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ ഒരുപാട് ലക്ഷ്മണനും രാമനൊക്കെ വന്ന അമ്പലങ്ങൾ അതൊക്കെ ഒരുപാട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, ടെമ്പിൾ പരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ശരിക്കും ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ അവശതയാവും, മതിയായി എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തും. ആ ഒരു രീതിയിൽ ഓട്ടോക്കാരന് ഒരു ടിപ്പ് കൂടി കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. അതിനുശേഷം രാമേശ്വരത്ത് നിന്നും തിരിച്ച് രാമനാഥപുരത്തേക്ക് ബസ്സിൽ കയറുകയും രാമനാഥപുരത്ത് നിന്ന് തഞ്ചാവൂർക്ക് ട്രെയിൻ കയറുകയും ചെയ്തു. തഞ്ചാവൂരിൽ രാത്രി 11 മണിയോടുകൂടി എത്തി. അവിടെ റൂമൊന്നും കിട്ടാത്തതിനാൽ നമ്മളൊരു AC റൂമിലിരിക്കാനുള്ള സെറ്റപ്പിലുള്ള അവിടെ ഇരുന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ ഇവിടെ നിന്നും രാവിലെ എഴുന്നേറ്റ് തഞ്ചാവൂർ ടെമ്പിളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.